നമസ്കാരം, എല്ലാവർക്കും ഡെയിലി ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മെയ് മാസം 26-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് മെയ് 25 ഇന്നലെ 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് 4ാം തവണയാണ് രാജ്യത്ത് ഇന്ധനവില ഉയരുന്നത്. ഈ ചുരുങ്ങിയ കാലയളവിൽ മാത്രം 8 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. പുതുക്കിയ നിരക്കനുസരിച്ച് തിരുവനന്തപുരത്ത് പെട്രോൾ വില 115 രൂപ 32 പൈസയും ഡീസൽ വില 104 രൂപ 41 പൈസയുമായി ഉയർന്നു. കൊച്ചിയിൽ പെട്രോളിന് 113 രൂപ 61 പൈസയും ഡീസലിന് 102 രൂപ 52 പൈസയുമാണ് നിലവിലെ വില. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ നീളുന്ന സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നതാണ് രാജ്യത്തെ വില വർധനവിന് കാരണമെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. അതേസമയം ഇന്ധനവില ഇനിയും 20 രൂപയോളം വർദ്ധിപ്പിക്കണമെന്ന സമ്മർദ്ദം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടക്കമുള്ള പൊതുമേഖലാ കമ്പനികൾ സർക്കാരിനുമേൽ ചെലുത്തുന്നുണ്ടെന്നാണ് സൂചന. വരും ദിവസങ്ങളിലും ഇന്ധനവില ഘട്ടം ഘട്ടമായി ഉയരാൻ തന്നെയാണ് ഇത് വഴിതെളിയിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തേക്കുള്ള +1 പ്രവേശനത്തിനായുള്ള ഓൺലൈൻ അപേക്ഷാ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. 4,10,456 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ആശ്വാസ വാർത്ത വന്നെത്തിയിരിക്കുകയാണ്. അധിക സീറ്റുകളും ബാച്ചുകളും അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. കൂടുതൽ അപേക്ഷകരുള്ള 9 ജില്ലകളിലാണ് ഇത്തവണ സീറ്റുകൾ വർദ്ധിപ്പിച്ചത്. ഇതിൽ 7 ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 30%, 2 ജില്ലകളിൽ 20%വുമാണ് സീറ്റ് വർധനവ്. മുൻ വർഷങ്ങളിൽ അനുവദിച്ചതും നിലവിൽ തുടരുന്നതുമായ 313 താൽക്കാലിക ബാച്ചുകൾക്ക് ഇത്തവണയും തുടർ അനുമതി നൽകിയിട്ടുണ്ട്. അപേക്ഷകർ കൂടുതലുള്ള തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലെ എല്ലാ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 30% മാർജിനൽ സീറ്റ് വർധനവാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതേ ജില്ലയിലെ എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% സീറ്റ് വർധനവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ എയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശന സമയത്ത് ആവശ്യക്കാരുടെ എണ്ണം കൂടുകയാണെങ്കിൽ അധികമായി 10% കൂടി സീറ്റ് വർദ്ധിപ്പിക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. കൊല്ലം, തൃശൂർ ജില്ലകളിലെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും 20% സീറ്റ് വർധനവാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളത്. വരും അധ്യയന വർഷത്തിലും നിലവിലുള്ള അധിക താൽക്കാലിക ബാച്ചുകൾ നിലനിർത്തണമെന്ന ആവശ്യപ്രകാരമാണ് 313 ബാച്ചുകൾക്ക് തുടരാൻ സർക്കാർ അനുമതി നൽകിയത്. സീറ്റ് പ്രതിസന്ധി മൂലം ആർക്കും ഉപരിപഠനത്തിന് അവസരം നഷ്ടമാകില്ലെന്ന് ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ ഈ അടിയന്തര ഇടപെടൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഡിജിറ്റൽ യുഗത്തിൽ സാങ്കേതിക വിദ്യകൾ വളരുമ്പോൾ അതിനൊപ്പം തന്നെ സൈബർ തട്ടിപ്പുകാരും പുതിയ വഴികൾ തേടുകയാണ്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്നിവ വഴി മലയാളികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന പുതിയ തരം വീഡിയോ കോൾ ബ്ലാക്ക്മെയിലിംഗ് തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശവുമായി കേരള പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. അപരിചിതരിൽ നിന്ന് വരുന്ന ഇത്തരം കോളുകളോട് കൃത്യമായി ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും നേരിടേണ്ടി വരുമെന്നാണ് സൈബർ സെൽ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന അപരിചിതമായ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്താൽ മറുവശത്ത് പെട്ടെന്ന് ഒരു അശ്ലീല വീഡിയോ പ്രത്യക്ഷപ്പെടുകയോ ഈ സമയത്ത് വിൻഡോ സ്ക്രീനിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ മുഖം ഉൾപ്പെടെ തട്ടിപ്പുകാർ റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്തേക്കാം. തുടർന്ന് ഈ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുമെന്നോ സമൂഹമാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുമെന്നോ ഭീഷണിപ്പെടുത്തിയാണ് ഇവർ പണം ആവശ്യപ്പെടുന്നത്. മാനഹാനി ഭയന്ന് പലരും പണം നൽകുമെങ്കിലും ഒരിക്കൽ പണം നൽകിയാൽ ഇവരുടെ ഭീഷണി അവസാനിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ തട്ടിപ്പുകാർ നമ്മുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ നേരത്തെ തന്നെ പൂർണ്ണമായി കൈവശപ്പെടുത്തിയിട്ടാകും കെണിയൊരുക്കുന്നത്. എന്നതിനാൽ അബദ്ധം പറ്റിയതിനു ശേഷം തട്ടിപ്പുകാരെ ബ്ലോക്ക് ചെയ്തതുകൊണ്ടോ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തതുകൊണ്ടോ യാതൊരു ബലവുമില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വിവരങ്ങൾ ഇതിനകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ടാകും. അതിനാൽ ഇത്തരം ഭീഷണികൾ നേരിടേണ്ടി വന്നാൽ ഒട്ടുമടിക്കാതെ ഉടൻ തന്നെ 1930 എന്ന കേന്ദ്രീകൃത സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ www.cybercrime.government.in എന്ന ഒഫീഷ്യൽ സൈബർ ക്രൈം പോർട്ടൽ വഴിയോ പരാതി രജിസ്റ്റർ ചെയ്ത് സൈബർ പോലീസിന്റെ സഹായം തേടേണ്ടതാണ്. നിങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ പോലീസ് ഇതിനെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: PM കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾ സ്വന്തമായി കൃഷിഭൂമിയുള്ളവർ, കാർഷിക ലോണുകൾ എടുത്തിട്ടുള്ളവരോ
അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ളവരോ ഒക്കെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ നിർബന്ധമായും കർഷക ID എടുക്കേണ്ടതാണ്. ഇതിനായി CSC അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷിക്കാൻ പോകുമ്പോൾ കർഷകന്റെ ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഭൂമിയുടെ നികുതി അടച്ച രസീത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, റേഷൻ കാർഡ് എന്നിവ കയ്യിൽ കരുതണം. ഈ വെരിഫിക്കേഷന് ശേഷം കൃഷിഭവനിലെയും ബന്ധപ്പെട്ട വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ അപേക്ഷകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്കാണ് കർഷക ID ജനറേറ്റ് ആകുന്നത്. ഈ ID ഉള്ളവർക്ക് പിന്നീട് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങളിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സാധാരണക്കാരായ ഗുണഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്തുടനീളം ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ അടുത്തിടെ നടന്ന പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ UDF സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണിത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വരുന്ന 5ഓളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന 16ഓളം വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർക്കുമാണ് ഈ മാസം മുതൽ തുക ലഭ്യമായി തുടങ്ങുന്നത്. ഇത്തവണ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ പെൻഷൻ തുകയായി ലഭിക്കുന്നത് പ്രതിമാസം 2000 രൂപ വീതമാണ് എന്ന വലിയ പ്രഖ്യാപനമാണ് പുറത്തു വന്നിട്ടുള്ളത്. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണവും കൃത്യമായി നടത്തുന്നതിനായി ഏതാണ്ട് 1800 കോടി രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി പൊതുവിപണിയിൽ നിന്നും കടപ്പത്ര ലേലത്തിലൂടെ സമാഹരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മെയ് 26 ചൊവ്വാഴ്ച നടക്കുന്ന ഈ കടപ്പത്ര ലേലം പുതിയ UDF സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതിനു ശേഷം നടത്തുന്ന ഏറ്റവും ആദ്യത്തെ ഔദ്യോഗിക കടമെടുപ്പ് കൂടിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ സമാഹരിക്കുന്ന തുക ഉപയോഗിച്ച് ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണ നടപടികൾ പൂർണ്ണതോതിൽ പൂർത്തിയാക്കാനാണ് ധനവകുപ്പ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. പണം നേരിട്ട് എത്തിച്ചേരുന്നതിനുള്ള സാങ്കേതിക ക്രമീകരണങ്ങൾ ബാങ്കുകളുമായി സഹകരിച്ച് ട്രഷറി വിഭാഗം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവരിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിഹിതം ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ തുക മാത്രമായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുക. അതിനാൽ കേന്ദ്ര വിഹിതത്തിന്റെ അളവനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കുന്ന തുകയിൽ 200 രൂപയോ 300 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ വരെയുള്ള കുറവ് സ്വാഭാവികമായി കാണാൻ സാധിക്കും. എന്നാൽ ഈ തുക കുറഞ്ഞു പോയതിനെ ഓർത്ത് ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സാമ്പത്തിക വിനിമയ സംവിധാനമായ PFMS വഴി ഈ കേന്ദ്ര വിഹിത തുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പ്രത്യേകമായി ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്നും ധനവകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. Please subscribe our channel.